വേറൊരു കാര്യമാണ് കോഫാക്ടർ മെട്രിക്സ്. ഓക്കെ, കോഫാക്ടർ മെട്രിക്സ് എന്താ നമുക്ക് നോക്കാം. നമുക്ക് കോഫാക്ടർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ഒരു കോഫാക്ടർ ഉപയോഗിച്ച് നമുക്ക് ഫോം ചെയ്യാൻ വരുന്ന മെട്രിക്സിനെയാണ് നമ്മൾ കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, നമ്മുടെ കോഫാക്ടറെ നമ്മൾ ഡിനോട്ട് ചെയ്തിരുന്നത് A11, A12, A13 അങ്ങനെയായിരുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ കോഫാക്ടേഴ്സ് ഉപയോഗിച്ച് നമ്മൾ ഫോം ചെയ്ത മെട്രിക്സ് ആണ് കോഫാക്ടർ മെട്രിക്സ്. അത് എങ്ങനെ ഫോം ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് എലമെന്റിന്റെ കോഫാക്ടറിന് A11 ആണ്, സെക്കൻഡ് എലമെന്റ് കോഫാക്ടർ A12 ആണ്, തേർഡ് എലമെന്റ് A13 ആണ്. ഇനി സെക്കൻഡ് റോയുടെ എന്താണ് A21, A22, A23. ഓക്കെ ആണല്ലോ. തേർഡ് എലമെന്റ് ഏതാണ് A31, A32, A33. ഓക്കെ, A33 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫോം ചെയ്യുന്ന മെട്രിക്സിനെയാണ് നമ്മൾ കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയാം. എന്താണ് നമ്മുടെ കോഫാക്ടർ ഉപയോഗിച്ച് നമ്മൾ ഫോം ചെയ്യുന്ന മെട്രിക്സിനെയാണ് നമ്മൾ കോഫാക്ടർ മെട്രിക്സ് എന്ന് വിളിക്കുക. അതിനെ നമുക്ക് ഡിനോട്ട് ചെയ്യാനായിട്ട് ലെറ്റർ ഉപയോഗിക്കുക C ആണ്. C എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിക്കുക. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ കോഫാക്ടർ മെട്രിക്സ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയേണ്ട അടുത്ത ഒരു കാര്യമാണ് അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സ്. അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സ് എന്താ നോക്കാം. അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സ് നോക്കാം. അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മുടെ കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസിനെയാണ് നമ്മൾ അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയാം. എന്താണ് ട്രാൻസ്പോസ് എന്താ നമുക്ക് അറിയാം അല്ലെ. റോയിനെ കോളമാക്കി എഴുതുന്നതിനാണ് നമ്മൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. എങ്കിൽ കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുന്നതാണ് നമ്മുടെ അഡ്ജോയിന്റ് ഓഫ് മെട്രിക്സ്. അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സിനെ നമുക്ക് അഡ്ജെ എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. അഡ്ജെ, നമ്മൾ കോഫാക്ടറിനെ C എന്നാണ് വിളിക്കുന്നതെങ്കിൽ അഡ്ജോയിനെ നമുക്ക് അഡ്ജെ എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ അഡ്ജെ നമുക്ക് എങ്ങനെയാണ് കിട്ടുക. അഡ്ജെ ഈക്വൽ ടു കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു C ട്രാൻസ്പോസ് എന്ന് വിളിക്കാം. അഡ്ജെ ഈക്വൽ ടു C ട്രാൻസ്പോസ് എന്നാണ് അറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ അഡ്ജോയിന്റ് മെട്രിക്സ് അഡ്ജോയിനെ നമ്മൾ C എന്നാണ് വിളിക്കുക. ഈക്വൽ ടു A11, A12, A13, A21, A22, A23, A31, A32, A33. ഇങ്ങനെയാണ് A33. ഇങ്ങനെയാണ് നമ്മുടെ കോഫാക്ടർ മെട്രിക്സ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അഡ്ജോയിന്റ് ഓഫ് എ അല്ലെങ്കിൽ അഡ്ജെ എങ്ങനെയായിരുന്നു കിട്ടുക. അഡ്ജെ ഈക്വൽ ടു എന്തായിരുന്നു കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് വിച്ച് ഈക്വൽ ടു എന്ത് വരും. ട്രാൻസ്പോസ് റോ എഴുതിയിരിക്കുന്നതിനെ കോളമാക്കി എഴുതുക. എന്താ വരിക A11, A12, A13. നെക്സ്റ്റ് ഏതാണ് A21, A22, A23. നെക്സ്റ്റ് A31, A32, A33. ഓക്കെ ആണല്ലോ. ഇതായിട്ട് നമ്മളുടെ അഡ്ജോയിന്റ് ഓഫ് എ. അഡ്ജെ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഇനിയിപ്പോ നമ്മൾ അറിഞ്ഞിരിക്കാം നമുക്ക് 3/3 മെട്രിക്സിന്റെ 3/3 ഡിറ്റർമിനന്റ് കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിച്ചിട്ട് അഡ്ജെ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് 2/2 മെട്രിക്സിന്റെ കോഫാക്ടർ കണ്ടുപിടിച്ചിട്ട് അഡ്ജെ കണ്ടുപിടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. വളരെ എളുപ്പം തന്നെ നമുക്ക് അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സ് കണ്ടുപിടിക്കാം. ഓക്കെ, അതിനുവേണ്ടി ഞാനൊരു 2/2 മെട്രിക്സ് ഫോർ എ 2/2 മെട്രിക്സ് 2/2 മെട്രിക്സിന് വേണ്ടി നമുക്ക് ചെയ്തു നോക്കാം. 2/2 മെട്രിക്സ് 2/2 മെട്രിക്സ് കൺസിഡർ ചെയ്യുവാണ്. A ഈക്വൽ ടു A11, A12, A13, A21 ആയിരുന്നു അല്ലെ. A21, A22 അല്ലെ. ഇതാണ് നമ്മളുടെ ഒരു 2/2 മെട്രിക്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു മെട്രിക്സിന്റെ കോഫാക്ടർ ആണ് നമുക്ക് കണ്ടുപിടിക്കാം. കോഫാക്ടർ എങ്ങനെയായിരുന്നു. കോഫാക്ടർ നമുക്ക് അറിയാം. 2/2 മെട്രിക്സ് ആകുമ്പോൾ കോഫാക്ടർ വരുന്നത് സൈൻ പ്ലസ് മൈനസ് മൈനസ് പ്ലസ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസും മൈനസും വരികയാണെങ്കിൽ പ്ലസ് മൈനസ് മൈനസ് പ്ലസ് ആയി വരത്തുള്ളൂ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ കോഫാക്ടർ മെട്രിക്സ് C ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാം. സൈൻ ടു മൈനർ ആണ് അല്ലെ. ഫസ്റ്റ് എലമെന്റ് കോഫാക്ടർ എന്തായിരിക്കും പ്ലസ് അതിന്റെ മൈനർ എന്ന് വെച്ചാൽ ഫസ്റ്റ് ആ റോയും കോളം ഡിലീറ്റ് ചെയ്യുക. ബാക്കി എന്തുകൊണ്ട് A22 ആണുള്ളത്. ഓക്കെ ആണല്ലോ. സെക്കൻഡ് എലമെന്റ് ഇവിടെ സൈൻ ഏതാണ് മൈനസ് സൈൻ ആണ്. അതിന്റെ മൈനർ ഏതാണ് A12 നിൽക്കുന്ന റോയും കോളവും മാറ്റി ബാക്കിയുള്ളത് A21 ആണ്. ഓക്കെ, തേർഡ് എലമെന്റ് A21 ആകുമ്പോൾ സൈൻ മൈനസ് സൈൻ ആണ്. അതിന്റെ റോയും കോളവും മാറ്റി ബാക്കി വരുന്നതാണ് A12. നെക്സ്റ്റ് ഏതാണ് A22 അതിന്റെ സൈൻ എന്ന് പറയുന്നത് പ്ലസ് ആണ്. അത് നിൽക്കുന്ന റോയും കോളവും മാറ്റി വരുമ്പോൾ A11. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണ് നമുക്ക് വരും. ഇനിയിപ്പോ പ്ലസ് സൈൻ മാറ്റി ഞാൻ എഴുതുമ്പോൾ A22 മൈനസ് A21 നെക്സ്റ്റ് മൈനസ് A12 A11 നമുക്ക് എഴുതാം. ഇതാണ് നമ്മളുടെ കോഫാക്ടർ എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ കോഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അഡ്ജെ കാണാൻ അറിയാം അല്ലെ. അഡ്ജെ എങ്ങാനും
adj equal to എന്താണ് കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ് ഈക്വൽ ടു ഈ ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എഴുതിയാൽ മതിയല്ലോ ഇത് ട്രാൻസ്പോസ് ആണ് ട്രാൻസ്പോസ് എങ്ങനെയാണ് ഈ ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എഴുതുക റോ ആയിട്ടുള്ളതിനെ കോളം ആക്കി എഴുതുക എങ്ങനെയാണ് a22 minus a21 sorry a22 minus a21 minus a12 a11 ഓക്കെ ഇതാണ് നമ്മളുടെ അഡ്ജ് എന്ന് പറയുന്നത് ഒരു 2x2 മെട്രിക്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അഡ്ജ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത് അതിന്റെ അഡ്ജ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് ഓക്കെ ഇനിയിപ്പോ നമ്മള് ഇത് രണ്ടൊന്ന് കമ്പയർ ചെയ്തേ അഡ്ജയിനെയും നമ്മുടെ അഡ്ജയിനെയും നമ്മുടെ അഡ്ജയെ നമ്മുടെ എ എന്ന് പറയുന്ന മെട്രിക്സിനോടൊന്ന് കമ്പയർ ചെയ്യുക നമ്മൾ നോക്കാം എന്താണ് നമുക്ക് കിട്ടാൻ നോക്കിക്കേ ഫസ്റ്റ് എലമെന്റ് a11 നോക്കിയാ ഫസ്റ്റ് എലമെന്റ് a11 നമ്മൾ മെയിൻ ഡയഗണൽ എലമെന്റ്സിനെ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്തിരിക്കുകയാണ് അല്ലെ മെയിൻ ഡയഗണൽ എലമെന്റ്സിനെ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്താണ് നമുക്ക് അഡ്ജ് കിട്ടിയിരിക്കുന്നത് അതേപോലെ തന്നെ ഓഫ് ഡയഗണൽ എലമെന്റ്സിന്റെ സൈൻ ഒന്നും ചേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലെ പ്ലസ് സൈൻ ആയിരുന്നെങ്കിൽ മൈനസ് സൈൻ മാറ്റിയിട്ടുണ്ട് നമുക്ക് എന്ത് പറയാം മെയിൻ ഡയഗണൽ എലമെന്റ്സിനെ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്തു അതേപോലെ തന്നെ ഓഫ് ഡയഗണൽ എലമെന്റ്സിനെ നമ്മൾ എന്ത് ചെയ്തു സൈൻ ചേഞ്ച് ചെയ്തു അല്ലേ ഇതിനെ നമ്മുടെ മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ ഒരു 2x2 മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ നമുക്ക് അഡ്ജ് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ കണ്ടുപിടിക്കാൻ പറ്റും മെയിൻ ഡയഗണൽ എലമെന്റ്സിനെ ഇന്റർചേഞ്ച് ചെയ്തിട്ട് ഓഫ് ഡയഗണൽ എലമെന്റ്സിന്റെ സൈൻ ഒന്ന് മാറ്റി കൊടുത്താൽ മതി ഓക്കെ ആണല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പ്രോബ്ലം ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം ഇതിന്റെ ഞാൻ ഒരു മെട്രിക്സ് a equal to 3 - 2 1 4 എന്ന് ഞാനൊരു മെട്രിക്സ് എടുത്തു അങ്ങനെയാണെങ്കിൽ ഈ ഒരു മെട്രിക്സിന്റെ അഡ്ജ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അഡ്ജ് എന്ന് പറയുന്നത് നമുക്ക് കോഫാക്ടർ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ ഈ ഒരു 2x2 തരുവാണെങ്കിൽ ഇല്ല അല്ലേ എന്താണ് മെയിൻ ഡയഗണൽ എലമെന്റ്സിനെ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്തു എന്ന് വെച്ചാൽ 4 ഉം 3 ഉമായി നെക്സ്റ്റ് ഏതാണ് ഓഫ് ഡയഗണൽ എലമെന്റ്സിന്റെ സൈൻ ചേഞ്ച് ചെയ്തു എന്ന് വെച്ചാൽ -2 ന്റെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ 2 ആണ് 1 ന്റെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ -1 ആണ് നമുക്ക് അഡ്ജ് എന്ന് പറയുന്നത് നമുക്ക് എളുപ്പം തന്നെ കിട്ടുന്നുണ്ട് അല്ലേ അതായത് 2x2 മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ കോഫാക്ടർ ഇല്ലാതെ തന്നെ നമുക്ക് അഡ്ജ് കണ്ടുപിടിക്കാനോ ഈ ഒരു കാര്യം ഓർത്തിരിക്കും ഓക്കെ അടുത്തത് നമ്മൾ അഡ്ജോയിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു റിസൾട്ട് ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ് a into adj equal to ഡിറ്റർമിനന്റ് ഓഫ് a into i ഓക്കെ ഇത് നമുക്കൊരു അഡ്ജോയിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ് ഇത് നമ്മൾ അറിഞ്ഞിരിക്കാം ഓക്കെ ഇത് നമുക്കൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം എങ്ങനെ പ്രൂവ് ചെയ്യാം നോക്കാം പ്രൂഫ് ആണേ കറക്റ്റ് ആണോ ഇല്ലയോ നമുക്ക് നോക്കാം നമ്മൾ നോക്കാം a into adj നമുക്ക് ചെയ്ത് നോക്കാം അതിന്റെ വാല്യൂ നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് a into i എന്ന് കിട്ടുന്നുണ്ടോ നോക്കാം a എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 3x3 മെട്രിക്സ് ആണ് എടുക്കുന്നത് a11 a12 a13 a21 a22 a23 a31 a32 and a33 ഓക്കെ ആണല്ലോ ഇനിയിപ്പോ നെക്സ്റ്റ് ഏതാണ് അഡ്ജ് എന്താണ് പറഞ്ഞത് കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജ് കോഫാക്ടർ മെട്രിക്സ് ഏതായിരുന്നു ക്യാപിറ്റൽ A11 ക്യാപിറ്റൽ A12 ക്യാപിറ്റൽ A13 എക്സെട്ര വരെ ക്യാപിറ്റൽ A33 അല്ലേ അതിന്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം A11 A12 A13 എന്താണ് കോഫാക്ടർ മെട്രിക്സിന്റെ എലമെന്റ്സിനെ റോ ആയിട്ടുള്ളതിനെ കോളം ആക്കി എഴുതുന്നു അല്ലേ A21 A22 A23 A31 A32 A33 അല്ലേ ഇങ്ങനെ എഴുതാമല്ലോ ഇനിയിപ്പോ നോക്കാം നമുക്ക് രണ്ട് മെട്രിക്സുകളുടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് തന്നിരിക്കുന്നത് മെട്രിക്സ് അതിൽ നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചിട്ടുണ്ട് എങ്ങനെയായിരുന്നു ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ഫസ്റ്റ് റോ തേർഡ് കോളം അങ്ങനെയായിരുന്നു അല്ലേ അനുസരിച്ച് നമുക്ക് പോകാം എന്താണ് ഫസ്റ്റ് റോ ഫസ്റ്റ് എലമെന്റ് ഏതായിരിക്കും വരിക ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം അല്ലേ A11 ക്യാപിറ്റൽ A11 പ്ലസ് A12 ക്യാപിറ്റൽ A12 പ്ലസ് A13 ക്യാപിറ്റൽ A13 ആണല്ലോ ഫസ്റ്റ് എലമെന്റ് നമ്മൾ എഴുതി ഇനിയിപ്പോ നമുക്ക് വേണ്ട സെക്കൻഡ് എലമെന്റ് നോക്കാം സെക്കൻഡ് എലമെന്റ് എന്തായിരുന്നു ഫസ്റ്റ് റോ സെക്കൻഡ് കോളം അല്ലേ എന്താ വരിക A11 A21 പ്ലസ് A12 A22 പ്ലസ് A13 A23 ഓക്കെ ആണല്ലോ
ഇനിയിപ്പോ എന്താ നമുക്ക് വേണ്ട അടുത്ത തേർഡ് എലമെന്റ് ഏതായിരുന്നു വരിക? ഫസ്റ്റ് റോ തേർഡ് കോളം അല്ലെ. എന്താ വരിക? A11 A31 പ്ലസ് A12 A32 പ്ലസ് A13 A33 ആണല്ലോ. ഫസ്റ്റ് റോ എലമെന്റ്സ് എല്ലാം നമുക്കായി. ഇനിയിപ്പോ സെക്കൻഡ് റോ ഫസ്റ്റ് എലമെന്റ് ഏതാണ്? A21 ആണ്. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം അല്ലെ. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം നോക്കാം. A21 A11 പ്ലസ് A22 A12 പ്ലസ് A23 A13. ഓക്കെ, നെക്സ്റ്റ് എലമെന്റ് ഏതാണ്? സെക്കൻഡ് റോ സെക്കൻഡ് കോളം ആണ്. A21 plus A22 capital A22 plus A23 capital A23. Okay, next element ഏതാണ്? second row third column അല്ലേ. A21 A31 plus A22 A32 plus A23 A33. ഓക്കെ ആണ് നമ്മുടെ സെക്കൻഡ് റോ നമ്മൾ കഴിഞ്ഞു. ഇനിയിപ്പോ എന്താണ് തേർഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് 31 അല്ലെ. തേർഡ് റോ ഫസ്റ്റ് കോളം നോക്കാം. A31 ക്യാപിറ്റൽ A11 പ്ലസ് A32 ക്യാപിറ്റൽ A12 പ്ലസ് A33 എന്താണ് A13. ഓക്കെ ആണല്ലോ. ഈ നെക്സ്റ്റ് എലമെന്റ് ഏതാണ്? തേർഡ് റോയും സെക്കൻഡ് കോളവുമാണ്. A31 സെക്കൻഡ് കോളം ആകുമ്പോൾ A21 പ്ലസ് A32 A22 പ്ലസ് A33 A23. ഓക്കെ, ഇനി ലാസ്റ്റ് എലമെന്റ് ഏതാണ്? തേർഡ് റോ തേർഡ് കോളം ആണ്. എന്താകുമ്പോൾ A31 പ്ലസ് A32 A32 പ്ലസ് A33 A33. ഓക്കെ, എന്നിട്ട് നമുക്ക് ഒരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വഴി നമുക്ക് വേറൊരു മെട്രിക്സ് കിട്ടി. രണ്ട് 3/3 മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഇനിയും നമുക്കൊരു 3/3 മെട്രിക്സ് ആയിട്ടാണ് കിട്ടിയത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ മെട്രിക്സിലോട്ട് നോക്കാം. ഫസ്റ്റ് എലമെന്റ് നോക്കിക്കേ, എന്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ് എലമെന്റ് എന്താണ്? ഫസ്റ്റ് റോയിലെ എലമെന്റ്സിനെ ആ റോയിലെ കോഫാക്ടർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തിരിക്കുകയാണ് അല്ലേ. നമ്മളിപ്പോ പഠിച്ചൊരു റിസൾട്ട് അല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. എന്താണ്? ഏതെങ്കിലും ഒരു റോയിനെ ആ ഒരു റോയുടെ തന്നെ കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തേക്കുന്നതിന്റെ വാല്യൂ എന്താണ് നമ്മൾ പഠിച്ചിരുന്നത്? ആ ഡിറ്റർമിനന്റ് വാല്യൂ ആണ് അല്ലേ. ഒരു ഈക്വൽ ടു എന്തായിരിക്കും വരിക? ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ ആണ്. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് എലമെന്റ് ഫസ്റ്റ് റോയുടെ തന്നെ കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തേക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് എ ആണ്. ഇനി സെക്കൻഡ് എലമെന്റ് നോക്കാം. A11 A21 A12 A22 A13 A23 എന്താണ്? ഫസ്റ്റ് റോയിലെ എലമെന്റിനെ സെക്കൻഡ് റോയുടെ കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തത് അല്ലേ. അതെന്ന് പറഞ്ഞ വാല്യൂ എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? 0 ആണ് അല്ലേ. അതിന്റെ വാല്യൂ 0 ആണ്. അതേപോലെ തന്നെയാണ് ഈ മൂന്നാമത്തെ എലമെന്റ് വരുന്നത്. ഫസ്റ്റ് റോയിലെ എലമെന്റ്സിനെ തേർഡ് റോയിലെ കോഫാക്ടറുമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് അതും 0 ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് റോയിലേക്ക് നോക്കാം. സെക്കൻഡ് റോയിലാകുമ്പോ എന്താണ്? അവിടെ ഇതുപോലെ തന്നെയാണ് അല്ലെ. എന്താണ്? സെക്കൻഡ് റോയിലെ എലമെന്റിനെ ഫസ്റ്റ് റോയിലെ എലമെന്റ്സിന്റെ കോഫാക്ടർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ വാല്യൂ 0 ആണ്. ഇനി സെക്കൻഡ് റോ സെക്കൻഡ് എലമെന്റ് നോക്കാം. സെക്കൻഡ് റോയിലെ എലമെന്റ്സിന്റെ തന്നെ കോഫാക്ടർ കൊണ്ട് സെയിം റോയുടെ തന്നെ കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തേക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ആൻസർ ഏതാണ്? ഡിറ്റർമിനന്റ് ഓഫ് എ ആണ്. സെയിം കേസ് ആണ്. തേർഡ് എലമെന്റ് അത് 0 വരും. ഇതും 0. ആൻഡ് ലാസ്റ്റ് എലമെന്റ് നോക്കാം. ലാസ്റ്റ് എലമെന്റ് തേർഡ് റോയുടെ തന്നെ കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ വാല്യൂ ഡിറ്റർമിനന്റ് ഓഫ് എ തന്നെയാണ്. ഓക്കെ ആണല്ലോ. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? ഡിറ്റർമിനന്റ് എ വെച്ചിട്ടുള്ള ഒരു സ്കേലാർ മെട്രിക്സ് ആണ് അല്ലെ. സ്കേലാർ മെട്രിക്സ് എന്തായിരുന്നു? ഡയഗണൽ എലമെന്റ്സിന്റെ വാല്യൂസ് എല്ലാം സെയിം ആണ്. അങ്ങനെയുള്ള ഒരു മെട്രിക്സ് ആണ് കിട്ടിയിരിക്കുന്നത് അല്ലെ. ഡിറ്റർമിനന്റ് ഓഫ് എ ആണ് നമ്മുടെ സ്കേലാർ ആയിട്ട് എലമെന്റ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഒരു മെട്രിക്സിലെ എല്ലാ എലമെന്റ്സിനെയും ഒരു സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മെട്രിക്സിൽ നിന്ന് കോമൺ എടുക്കാം അല്ലെ. ആ ഒരു എലമെന്റ് നമുക്ക് കോമൺ എടുക്കാം, കോൺസ്റ്റന്റിനെ കോമൺ എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ എഴുതുക? ഇവിടെ കോമൺ എടുക്കുമ്പോൾ നമുക്ക് വരുന്നത് ഡിറ്റർമിനന്റ് ഓഫ് എ ആണ് അല്ലെ.
നമ്മളിപ്പോൾ മെട്രിക്സിൽ നിന്ന് കോമൺ എടുക്കുന്നത് എങ്ങനെയാണ്, എല്ലാ എലമെന്റ്സിനും കോമൺ ആയിട്ട് ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ എലമെന്റിനെ നമുക്ക് കോമൺ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഡിറ്റർമിനന്റ് കേസിൽ എങ്ങനെയായിരുന്നു, ഏതെങ്കിലും ഒരു റോയിലോ ഏതെങ്കിലും ഒരു കോളത്തിലോ നമുക്ക് കോമൺ ആയിട്ട് ഏതെങ്കിലും എലമെന്റ് ഉണ്ടെങ്കിൽ കോമൺ എടുക്കാമെന്നായിരുന്നു. ഓക്കെ, ഇതൊരു മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ എല്ലാ എലമെന്റ്സിനും ഡിറ്റർമിനന്റ് ഓഫ് എ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡിറ്റർമിനന്റ് ഓഫ് എ കോമൺ എടുത്തു. ബാക്കി വരുന്നത് 1 0 0 0 1 0 0 0 1. ഓക്കെ ആണല്ലോ. ഇത് എന്ത് മെട്രിക്സ് ആണ്, ഇത് നമ്മുടെ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഇതിന്റെ ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഐ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ. നമ്മൾ എന്താണ് ഇവിടെ പ്രൂവ് ചെയ്തത്, എ ഇൻറ്റു അഡ്ജെ ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് ഐ, എ ഇൻറ്റു ഐ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു അല്ലെ. ഇതേപോലെ തന്നെ അഡ്ജെ ഇൻറ്റു എ ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് ഐ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. ഇതേ അഡ്ജെ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ട് തന്നെയാണ്, അത് നോക്കി വെക്കാം. ഇതാണ് നമ്മളുടെ റിസൾട്ട്. നമുക്കിനി നമ്മുടെ ഡിറ്റർമിനന്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടെ എക്സ്ട്രാ അറിയാം. ഓക്കെ, ഇത് നമ്മുടെ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട കാര്യമാണ്. ഇഫ് എ ആൻഡ് ബി ആർ സ്ക്വയർ മെട്രിസസ് ഓഫ് സെയിം ഓർഡർ then ഡിറ്റർമിനന്റ് ഓഫ് എ ബി ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ബി. എന്താണ്, എ ബി എന്ന് പറഞ്ഞ ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഈക്വൽ ആവുന്നത് എന്താണ്, ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ബി ആണ്. ചില ക്വസ്റ്റ്യൻസിൽ എ ബിയുടെ ഡിറ്റർമിനന്റ് കാണാൻ പറയുമ്പോൾ നമുക്ക് എ ബി കണ്ടുപിടിച്ചു, അതിന്റെ ഡിറ്റർമിനന്റ് കാണുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കുറച്ച് പാടുള്ള കാര്യമാണ്. അതിന് പോകാതെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റിസൾട്ട് ആണ്. എ ബിയുടെ ഡിറ്റർമിനന്റ് കാണാൻ പറഞ്ഞാൽ എയുടെ ഡിറ്റർമിനന്റ് കാണാം, ബിയുടെ ഡിറ്റർമിനന്റ് കാണാം, രണ്ടും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് വളരെ ഉപയോഗപ്രദമാകുന്ന ഒരു റിസൾട്ട് ആണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ റിസൾട്ടിലേക്ക് പോകാം. രണ്ടാമത്തെ റിസൾട്ട് ഏതാണ്, രണ്ടാമത്തെ റിസൾട്ട് സിംഗുലർ. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0 എന്ന് പറയുന്ന കേസിൽ ചിലപ്പോൾ നമ്മൾ അവിടെ പറയുന്നത് മെട്രിക്സ് സിംഗുലർ ആണെന്നാണ് പറയാം. ഓക്കെ, എന്താണ് സിംഗുലർ മെട്രിക്സ് എന്നതിന്റെ അർത്ഥം എന്താണ്, ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0 എന്നാണ്. അതേപോലെ തന്നെ നോൺ സിംഗുലർ മെട്രിക്സ് എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0-നെയാണ്. ചില കേസുകളിൽ നമ്മൾ ചിലപ്പോൾ ഇനി റിസൾട്ട്സ് ഒക്കെ പറയുമ്പോൾ നമുക്ക് സിംഗുലർ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ വരേണ്ടത് എന്താണ്, ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0 ആകുന്ന മെട്രിക്സുകളാണ് സിംഗുലർ മെട്രിക്സ് എന്ന് പറയുക. നോൺ സിംഗുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആകുന്നതിനാണ് നോൺ സിംഗുലർ മെട്രിക്സ് എന്ന് പറയുക. ഓക്കെ ആണല്ലോ. ഇനിയിപ്പോ നമുക്ക് അടുത്ത റിസൾട്ട് നോക്കാം. നമ്മളിപ്പം പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ അല്ലെ, സിംഗുലറും നോൺ സിംഗുലറും നമ്മളിപ്പം പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. അതേപോലെ തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. നോക്കാം. ഇഫ് എ ഈസ് എ നോൺ സിംഗുലർ മെട്രിക്സ് ഓഫ് ഓർഡർ n. എന്താണ് പറഞ്ഞത്, എ എന്ന് പറഞ്ഞ ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ആണ്. അതിന്റെ അർത്ഥം എന്താണ്, എ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 എന്നാണ് അല്ലെ. ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, സിംഗുലർ ആണ്, നോൺ സിംഗുലർ ആണ്. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജെ എന്ന് പറയുന്നത് എന്താണ്, ഡിറ്റർമിനന്റ് ഓഫ് എ റേസ് ടു n-1 ആണെന്നാണ് പറയുന്നത്. എന്താണ്, എ എന്ന് പറയുന്നത് നോൺ സിംഗുലർ ആണ്, വിച്ച് മീൻസ് ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജെ ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ റേസ് ടു n-1. ഇത് വളരെ എളുപ്പം എന്താണ്, നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു റിസൾട്ട് ആണ്. നമ്മുടെ എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻസിലായിട്ടൊക്കെ നമുക്ക് വരാനായിട്ട് ഒരുപാട് ചാൻസസ് ഉള്ള ഒരു ഇതാണ് കേട്ടോ. നമുക്ക് നോക്കാം ഇതെങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ നോക്കാം. നമുക്ക് ഒരു എന്താണ് എക്സാമ്പിൾ എടുത്ത് നോക്കാം. നമുക്ക് അറിയാവുന്ന ഒരു റിസൾട്ടിലേക്ക് നമുക്ക് തുടങ്ങാം. എ ഇൻറ്റു അഡ്ജെ എന്ന് പറയുന്നതിന്റെ വാല്യൂ നമുക്കറിയാം അല്ലെ. എ ഇൻറ്റു അഡ്ജെ ഈക്വൽ ടു എന്തായിരുന്നു, എ ഇൻറ്റു ഐ ആണ്. ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഐ എന്നാണ് നമ്മളിപ്പം പറഞ്ഞിരുന്നത് അല്ലെ. എ ഇൻറ്റു അഡ്ജെ ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഐ എന്നാണ് നമുക്കറിയാം. നമ്മളിപ്പോൾ പഠിച്ച റിസൾട്ടാണ്. ഓക്കെ, ഇതിനെ നമുക്ക് രണ്ട് സൈഡിൽ നമ്മൾ ഡിറ്റർമിനന്റ് എടുക്കാം. ടു സൈഡ്സിൽ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ വരും, എ ഇൻറ്റു അഡ്ജെ ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഐ. ഇങ്ങനെയല്ലേ വരിക, രണ്ട് സൈഡിൽ നമ്മൾ ഡിറ്റർമിനന്റ് എടുത്തു. ഓക്കെ ആണല്ലോ. ഇനിയിപ്പോ നമുക്കറിയാം ഡിറ്റർമിനന്റ് ഓഫ് എ ബി ഈക്വൽ ടു എന്താണെന്നാ പറഞ്ഞത്, ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ബി ആണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു അഡ്ജെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജെ എന്ന് എഴുതാം അല്ലെ. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാമല്ലോ. ഓക്കെ, ഈക്വൽ ടു ഇനി ഡിറ്റർമിനന്റ് ഓഫ് എ ഐ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. നമുക്കറിയാം ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് അല്ലെ, ഒരു നമ്പർ ആയിരിക്കും വരിക ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ. അത് ഒരിക്കലും ഒരു മെട്രിക്സ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഈ ഒരു പ്രോപ്പർട്ടി അവിടെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ആണല്ലോ. ഇതിന് നോക്കാം. ഞാൻ ഇപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് എനെ ഞാൻ കെ എന്ന് പറഞ്ഞൊരു സ്കെയിലാർ ആയിട്ട് വിളിക്കുകയാണ്. ഡിറ്റർമിനന്റ് ഓഫ് എനെ ഞാൻ
കെ എന്നാണ് പേര് വിളിക്കുന്നതെങ്കിൽ നമ്മുടെ ഈ മെട്രിക്സിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു കെ ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഐ അല്ലേ? ഐ എന്ന് പറയുന്നത് ഈക്വൽ ടു എന്ത് എഴുതാം? ഡിറ്റർമിനന്റ് ഓഫ് കെ ഐ എന്ന് നമുക്ക് എഴുതായിരുന്നല്ലോ അല്ലെ? ഡിറ്റർമിനന്റ് ഓഫ് കെ ഐ എന്ന് എഴുതാറുണ്ട്. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഡിറ്റർമിനന്റ് ഓഫ് കെ എ ഈക്വൽ ടു എന്തായിരുന്നു? n ബൈ n ന്റെ കേസിൽ ഡിറ്റർമിനന്റ് ഓഫ് കെ എ ഈക്വൽ ടു എന്താണ്? കെ റേസ് ടു n ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? കെ എന്ന് പറയുന്നത് സ്കെയിലാർ ആണെങ്കിൽ n ബൈ n മെട്രിക്സിന്റെ കേസിൽ ഡിറ്റർമിനന്റ് ഓഫ് കെ എ ഈക്വൽ ടു കെ റേസ് ടു n ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ ആണ്. ഓക്കെ, നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3/3 മെട്രിക്സ് ആണ് കണ്ടുപിടിക്കുക. 3/3 മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് എ ഐ നെ എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ നോക്കാം. ഇതിനെ ഞാൻ കെ എ എന്നാണ് വെച്ചെങ്കിൽ കെ ക്യൂബ് ഡിറ്റർമിനന്റ് ഓഫ് ഐ എന്ന് എഴുതാം അല്ലേ? ഇങ്ങനെ എഴുതത്തില്ലേ? കെ ഒരു കോൺസ്റ്റന്റ് ആണ്. ഒരു 3/3 മെട്രിക്സും ആണെങ്കിൽ നമുക്ക് കെ ക്യൂബ് ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ഐ എന്ന് എഴുതാം. അതേപോലെ ഇവിടെ കെക്ക് പകരമാണ് ഞാൻ ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് ഞാൻ പേര് കൊടുത്തിരിക്കുന്നത് അല്ലേ? അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? ഡിറ്റർമിനന്റ് ഓഫ് എ ദ ഹോൾ ക്യൂബ് ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ഐ എന്ന് എഴുതാം അല്ലേ? ഇവിടെ കെയുടെ സ്ഥാനമാണ് നോക്കിയാൽ മതി കേട്ടോ. കെ ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ ആവുകയാണെന്നുള്ള കേസ് ആലോചിച്ചാൽ മതിയെ. ഇതിന്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നോക്കാം. ഇവിടെ നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജയുടെ വാല്യൂ ആണ് ഡിറ്റർമിനന്റ് ഓഫ് എ റേസ് ടു n മൈനസ് 1 നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? എന്നിട്ട് നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജെ മാത്രം മതി നമുക്ക് ലെഫ്റ്റ് സൈഡിൽ. ഓക്കെ, അതായത് ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജെ ഈക്വൽ ടു എന്തായിരിക്കും വരിക? നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെയ്യാറ് ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നതിനെ റൈറ്റ് സൈഡിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? അതിന്റെ പ്രൊവൈഡഡ് കേസ് ആൻഡ് കണ്ടീഷൻ എന്തായിരുന്നു? ഡിവിഷൻ വരുമ്പോൾ ഡിനോമിനേറ്ററിന്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണ് അല്ലേ? ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡിറ്റർമിനന്റ് ഓഫ് എ ദ ഹോൾ ക്യൂബ് ഇൻറ്റു ഡിറ്റർമിനന്റ് ഐ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് കൊടുക്കാം. പ്രൊവൈഡഡ് ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0. നമ്മൾ ഡിവിഷൻ ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിന്റെ വാല്യൂ 0 ആവുകയാണെങ്കിൽ നമുക്ക് അവിടെ ഡിവിഷൻ പോസിബിൾ അല്ല അല്ലേ? അതുകൊണ്ട് തന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള ഡിറ്റർമിനന്റിന്റെ വാല്യൂ 0 ആവുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ റിസൾട്ട് എഴുതാൻ കഴിയില്ല. ഈ ഡിറ്റർമിനന്റ് ഓഫ് എയുടെ വാല്യൂ 0 അല്ലെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയൂ. അതുകൊണ്ടാണ് കണ്ടീഷൻ പറഞ്ഞത് ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 എന്ന്. ഓക്കെ, ഇനിയിപ്പോ നമുക്കറിയാം ഡിറ്റർമിനന്റ് ഓഫ് എ ദ ഹോൾ ക്യൂബ്. ഡിറ്റർമിനന്റ് ഓഫ് ഐയുടെ വാല്യൂ എന്താണ്? ഐയുടെ ഡിറ്റർമിനന്റ് വാല്യൂ എന്തായിരുന്നു? 1 ആണ് അല്ലേ? ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് എഴുതി. ഓക്കെ, ഇനി ഈ ഇൻറ്റു 1 ഞാനങ്ങ് ഡിലീറ്റ് ആക്കി കളയാണ്. ഡിറ്റർമിനന്റ് ഓഫ് എ ദ ഹോൾ ക്യൂബ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ എന്തായിരിക്കും? എ ബൈ എ റേസ് ടു n ബൈ എ റേസ് ടു m എന്തായിരിക്കും? എ റേസ് ടു n മൈനസ് m ആണ് അല്ലേ? അതേപോലെ തന്നെ ഡിറ്റർമിനന്റ് ഓഫ് എ ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ ദ ഹോൾ റേസ് ടു 1 എന്തായിരിക്കും? അതായത് നമുക്ക് കിട്ടാം ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ റേസ് ടു 3 മൈനസ് 1 ആണ് അല്ലേ? വിച്ച് ഈക്വൽ ടു എന്തായിരിക്കും? ഡിറ്റർമിനന്റ് ഓഫ് എ ഹോൾ റേസ് ടു 2 ആണല്ലോ. എന്നിട്ട് നമ്മൾ എന്താണ് ഇവിടെ ചെയ്തത്? ഒരു 2/2 മെട്രിക്സിന്റെ കേസിൽ നമുക്ക് കിട്ടിയത് ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജെ ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ റേസ് ടു 2 എന്നാണ് കിട്ടിയത് അല്ലേ? എന്നിട്ട് നമുക്ക് 3/3യുടെ കേസിൽ നമുക്ക് നമ്മുടെ ഈ റിസൾട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ. ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജെ ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ ഹോൾ റേസ് ടു n മൈനസ് 1. എന്നിട്ട് നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാനും കഴിയുമല്ലോ. 3/3യുടെ കേസിൽ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 4/4 കേസ് എടുത്താൽ നമുക്ക് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? അങ്ങനെ നമുക്ക് ജനറലൈസ് ചെയ്ത് നമുക്ക് ഈ റിസൾട്ട് പറയാം. ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജെ ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ റേസ് ടു n മൈനസ് 1. ഓക്കെ, നമ്മൾ ഇനി അറിഞ്ഞിരിക്കേണ്ട അടുത്തൊരു റിസൾട്ട് ആണ്. If A and B are non-singular matrices of the same order, then AB and BA are also non-singular matrices of same order. എന്താണ് പറഞ്ഞിരിക്കുന്നത്? എയും ബിയും നോൺ സിംഗുലർ മെട്രിസസ് ഓഫ് സെയിം ഓർഡർ ആണ്. എയുടെയും ബിയുടെയും ഓർഡർ സെയിം ആണ്. അതേപോലെ തന്നെ എയും ബിയും നോൺ സിംഗുലർ ആണ് അല്ലെ? നോൺ സിംഗുലർ എന്ന് വെച്ചാൽ എന്തായിരുന്നു? നോൺ സിംഗുലർ മീൻസ് ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണ്. അതേപോലെ തന്നെ ഡിറ്റർമിനന്റ് ഓഫ് ബി നോട്ട് ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിരുന്നത് എന്താണ്? എ ബിയും ബി എയും നോൺ സിംഗുലർ ആയിരിക്കും എന്നാണ് പറഞ്ഞിരുന്നത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. എ ബിയും ബി എ നോൺ സിംഗുലർ ആയിരിക്കണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു 0 ആകണം. അതേപോലെ തന്നെ ഡിറ്റർമിനന്റ് ഓഫ് ബി എയും നോട്ട് ഈക്വൽ ടു 0 ആകണം. ഓക്കെ, ഇതിന്റെ വാല്യൂ ഇങ്ങനെ വരുമോ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഡിറ്റർമിനന്റ് ഓഫ് എ ബിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും?
ഡിറ്റർമിനന്റ് ഓഫ് ടു മെട്രിസസിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ബി എന്ന് എഴുതാം അല്ലേ. ഇനിയിപ്പോ ഡിറ്റർമിനന്റ് ഓഫ് എയുടെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണ്. അതേപോലെ തന്നെ ഡിറ്റർമിനന്റ് ഓഫ് ബിയുടെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ ബിയുടെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണ്. വിച്ച് ഇംപ്ലൈസ് എ ബി എന്ന് പറയുന്നത് നോൺ സിംഗുലർ ആണ്. ഓക്കെ ആണല്ലോ. എ ബി നോൺ സിംഗുലർ ആണ് നമുക്ക് കിട്ടി. അതേപോലെ നമുക്ക് ബി യുടെ കേസ് നോക്കാലോ. ഡിറ്റർമിനന്റ് ഓഫ് ബി എ വിച്ച് ഈക്വൽ ടു സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം അല്ലേ. ഡിറ്റർമിനന്റ് ഓഫ് ബി ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് നോക്കാം. ഡിറ്റർമിനന്റ് ഓഫ് ബി നോട്ട് ഈക്വൽ ടു 0 ആണ്. ഡിറ്റർമിനന്റ് ഓഫ് എയും നോട്ട് ഈക്വൽ ടു 0 ആണ്. വിച്ച് ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു 0 ആണ് ഡിറ്റർമിനന്റ് ഓഫ് എ ബിയും. ഇംപ്ലൈസ് എന്താണ് ഇംപ്ലൈ ചെയ്യുന്നത്? ബി എ എന്ന് പറയുന്നത് ബി എ ഈസ് നോൺ സിംഗുലർ. ഓക്കെ ആണല്ലോ. ബി എയും നോൺ സിംഗുലർ ആണ്. ഓക്കെ, അന്നേരം നമ്മുടെ റിസൾട്ട് എന്താണെന്ന് പറഞ്ഞിരുന്നത് എയും ബിയും നോൺ സിംഗുലർ ആണ്. വിത്ത് സെയിം ഓർഡർ ആണെങ്കിൽ മാത്രമേ, അത് കണ്ടീഷൻ ആണ്, എയും ബിയും സെയിം ഓർഡർ തന്നെ ആയിരിക്കണം. എങ്കിൽ മാത്രമേ എ ബിയും ബി എയും നോൺ സിംഗുലർ ആവത്തുള്ളൂ. വിത്ത് സെയിം ഓർഡർ തന്നെ ആയിരിക്കും. ഓക്കെ, ഡിറ്റർമിനന്റ് എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്. ഓക്കെ, നമ്മുടെ മെട്രിക്സ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കാണാൻ പഠിച്ചിരുന്നു അല്ലെ. എങ്ങനെയായിരുന്നു? നമ്മുടെ എലമെന്ററി ഓപ്പറേഷൻ വഴി നമ്മൾ ഇൻവേഴ്സ് കണ്ടിരുന്നത് അല്ലെ. അതിനകത്ത് നമ്മൾ ഇൻവേഴ്സിനെ നമ്മൾ എങ്ങനെയായിരുന്നു നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നത്? എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഞാൻ എടുക്കുകയാണെങ്കിൽ എയുടെ കൂടെ ഏതോ ഒരു മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി കിട്ടണം അല്ലെ. അങ്ങനെയാണെങ്കിൽ എയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരുന്ന ആ മെട്രിക്സിനെയാണ് നമ്മൾ എയുടെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞിരുന്നത് അല്ലെ. എയും എയുടെ ഇൻവേഴ്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഐ കിട്ടുമായിരുന്നു. ഓക്കെ, അങ്ങനെയാകുമ്പോൾ നമ്മൾ എഴുതുന്നത് എന്താണ്? എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു ഐ ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ, വിച്ച് മീൻസ് എ ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എ ഇൻവേഴ്സ് ആൻഡ് എ ഇൻവേഴ്സ് ഇസ് ദ ഇൻവേഴ്സ് ഓഫ് എ. അതിന് നമ്മൾ എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ എന്നായിരുന്നു. എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ ആകുമ്പം എ ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ബി ആൻഡ് ബി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എ എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഓക്കെ, ഒരു ഇൻവേഴ്സ് കാണാനായിട്ട് മെട്രിക്സിനകത്ത് നമ്മൾ ചെയ്തിരുന്നത് എലമെന്ററി ഓപ്പറേഷൻസ് ആയിരുന്നു അല്ലെ. ഇനിയിപ്പോൾ നമ്മൾ ഡിറ്റർമിനന്റിനകത്ത് നമുക്ക് അറിയാവുന്ന ഒരു റിസൾട്ട് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഇൻവേഴ്സ് കാണാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളിപ്പോ പഠിച്ചിരുന്ന ഒരു റിസൾട്ട് ഉണ്ടായിരുന്നു. എ ഇൻറ്റു അഡ്ജെ ഈക്വൽ ടു എന്താണ്? എ ഇൻറ്റു അഡ്ജെ ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഐ നമുക്കൊരു റിസൾട്ട് അറിയാം അല്ലെ. ഈ ഒരു റിസൾട്ടിൽ നിന്ന് നമുക്ക് എ ഇൻവേഴ്സ് കാണാൻ കഴിയുന്നതെന്ന് നോക്കാം. ഓക്കെ, നമ്മളിപ്പോ ഈ ഒരു റിസൾട്ടിനെ ഞാൻ ബോത്ത് സൈഡ്സിൽ ഞാൻ എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. മൾട്ടിപ്ലൈയിങ് ബൈ എ ഇൻവേഴ്സ് ഓൺ ബോത്ത് സൈഡ്. ഓക്കെ, രണ്ട് സൈഡിലും ലെഫ്റ്റ് സൈഡിൽ ഞാൻ എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. എ ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻറ്റു അഡ്ജെ ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ എ ഇൻവേഴ്സിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ റൈറ്റ് സൈഡിൽ ഞാൻ എ ഇൻവേഴ്സിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്കറിയാം എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്താണ്? എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് പറയുന്നതാണ് എ ഇൻവേഴ്സ് ഇൻറ്റു എ ഈക്വൽ ടു ഐ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എ ഇൻവേഴ്സ് ഇൻറ്റു എ ഈക്വൽ ടു ഐ ആണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഐ ഇൻറ്റു അഡ്ജെ എന്ന് എഴുതാം അല്ലെ. ഐ ഇൻറ്റു അഡ്ജെ ഈക്വൽ ടു, ഇനിയിപ്പോ നോക്കാം, എ ഇൻവേഴ്സ് ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഐ. ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു കോൺസ്റ്റന്റ് ആണ് അല്ലെ. ഇതിന് കോൺസ്റ്റന്റ് ഞാൻ ആദ്യമേ എഴുതി ദാറ്റ് എ ഇൻവേഴ്സ് ഐ എന്ന് എഴുതി. ഓക്കെ ആണല്ലോ. ഇനിയിപ്പോ നമുക്ക് ഐ ഇൻറ്റു അഡ്ജെ എന്താണ്? ഐയുടെ കൂടെ ഏതൊരു എലമെന്റിനെ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എന്തായിരുന്നു കിട്ടുന്നത്? ആ ഒരു എലമെന്റ് തന്നെ ആയിരുന്നു അല്ലെ. എന്തായിരുന്നു? എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിനെ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എ തന്നെയാണ് കിട്ടുക. ഓക്കെ, എ ഇൻറ്റു ഐ ഈക്വൽ ടു ഐ എന്നാണ് നമ്മൾ പഠിച്ചിരുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഐ ഇൻറ്റു അഡ്ജെ ഈക്വൽ ടു എന്തായിരിക്കും കിട്ടുക? അത് അഡ്ജെ എന്ന് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു എ ഇൻവേഴ്സ് ഇൻറ്റു ഐ എന്തായിരിക്കും? എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് ആണ്. ഒരു മെട്രിക്സിനെ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു മെട്രിക്സ് തന്നെ കിട്ടത്തുള്ളൂ, എ ഇൻവേഴ്സ്. ഓക്കെ ആണല്ലോ. ഇനിയിപ്പോ നമുക്ക് എ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിൽ നിന്ന് എ ഇൻവേഴ്സ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ ഡിവൈഡ് ചെയ്ത പോലെ ലെഫ്റ്റ് സൈഡിലോട്ട് എന്താവും വരിക? അഡ്ജെ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ. ഞാൻ നേരത്തെ ഒരു കണ്ടീഷൻ പറഞ്ഞിരുന്നു. എന്താണ്? ഡിവിഷൻ പോസിബിൾ ആവുന്ന എപ്പോഴാണ്? ഡിനോമിനേറ്ററിന്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആവണം. ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമേ നമ്മുടെ അഡിഷൻ പോസിബിൾ ആകത്തുള്ളൂ. അന്നേരം നമുക്ക് എ ഇൻവേഴ്സ് കാണാനുള്ള ഒരു ഇക്വേഷൻ കിട്ടിയല്ലോ. എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജെ ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ.
provided determinant of A not equal to 0, which implies എന്താണ് determinant of A not equal to 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം A is non singular. A is non singular. A non singular matrix ആണെങ്കിൽ മാത്രമേ നമുക്ക് A inverse equal to Aj divided by determinant of A കാണാൻ കഴിയൂ. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് A ഇൻവേഴ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, നമ്മൾ A ഇൻവേഴ്സ് കാണാൻ ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നു അല്ലേ? എന്താണ് A ഇൻവേഴ്സ് ഈക്വൽ ടു Aj divided by determinant of A അല്ലേ? ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചല്ലേ? നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് എങ്ങനെ കാണാമെന്ന് നോക്കാം. ഓക്കെ, ഇത് നമ്മുടെ മെട്രിക്സ് ഏതാണ്? 1 5 2 3 ഇതാണ് നമ്മളുടെ മെട്രിക്സ് അല്ലേ? ഈ ഒരു മെട്രിക്സ് ഞാൻ A എന്ന് പേര് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യമേ ചെയ്യേണ്ടത് ഇൻവേഴ്സ് കാണുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അത് നോൺ സിംഗുലർ ആണോ എന്ന് അറിയണം അല്ലേ? ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് A ഇൻവേഴ്സ് ഈക്വൽ ടു Aj ബൈ ഡിറ്റർമിനന്റ് ഓഫ് A ആവുന്നത് എപ്പോഴാണ്? A യുടെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് A യുടെ വാല്യൂ നമുക്ക് അറിയണം. ഡിറ്റർമിനന്റ് ഓഫ് A നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രം നമുക്ക് ഇൻവേഴ്സിന്റെ വാല്യൂ കാണേണ്ട ആവശ്യമുള്ളൂ അല്ലേ? A ഡിറ്റർമിനന്റ് ഓഫ് A നമുക്ക് കാണാം. ഒരു 2/2 മെട്രിക്സ് ആണ്. ഡിറ്റർമിനന്റ് ഓഫ് A എങ്ങനെയാണ്? മെയിൻ ഡയഗണൽ എലിമെന്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക മൈനസ് ഓഫ് ഡയഗണൽ എലിമെന്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് ഈക്വൽ ടു എന്താണ്? 3 × 1 മൈനസ് 5 × 2 കിട്ടും. ഈക്വൽ ടു 3 മൈനസ് 10 ഈക്വൽ ടു മൈനസ് 7 കിട്ടി. നമ്മുടെ ഡിറ്റർമിനന്റ് ഓഫ് A യുടെ വാല്യൂ എന്താണ്? മൈനസ് 7 കിട്ടി, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0 ആണ്. therefore നോൺ സിംഗുലർ ആണ്. It implies inverse exist ചെയ്യും. ഓക്കെ, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും നമുക്കറിയാം. എങ്കിൽ നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. നമുക്ക് എന്തൊക്കെ വേണം? Aj വേണം, ഡിറ്റർമിനന്റ് ഓഫ് A വേണം അല്ലേ? നമ്മുടെ മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു 2/2 മെട്രിക്സ് ആണ്. 2/2 മെട്രിക്സിന്റെ അഡ്ജോയിന്റ് ഓഫ് A കാണാൻ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? ഈസി മെത്തേഡിൽ എങ്ങനെയാ കാണുക? Aj കാണുന്നത് എങ്ങനെയായിരുന്നു? നമ്മുടെ മെയിൻ ഡയഗണൽ എലിമെന്റ്സ് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ ഓഫ് ഡയഗണൽ എലിമെന്റ്സിന്റെ സൈൻ മാറ്റി കൊടുക്കുക അല്ലെ? അങ്ങനെയാണെങ്കിൽ Aj എന്ന് പറഞ്ഞേ Aj ഈക്വൽ ടു എന്തായിരിക്കും? മെയിൻ ഡയഗണൽ എലിമെന്റ്സ് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 3ഉം 1ഉം ഇവിടെ വരും. ഇനി എന്താണ്? ഓഫ് ഡയഗണൽ എലിമെന്റ്സിന്റെ സൈൻ മാറ്റുക. 5ന്റെ സൈൻ മാറ്റുമ്പോൾ -5 ആകും, 2ന്റെ സൈൻ മാറ്റുമ്പോൾ -2 ആകും. ഓക്കെ, അങ്ങനെ Aj എന്ന് പറഞ്ഞ മെട്രിക്സ് നമുക്ക് ഈസി ആയിട്ട് തന്നെ കിട്ടി. ഈ ഒരു മെത്തേഡ് അറിഞ്ഞിരുന്നാൽ നമുക്ക് വേഗം തന്നെ കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് ഉപയോഗിച്ച് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അങ്ങനെ Aj നമുക്ക് കിട്ടി. ഇനി A ഇൻവേഴ്സ് കാണുന്നത് എങ്ങനെയാണ്? A ഇൻവേഴ്സ് ഈക്വൽ ടു Aj ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് A ആണ് അല്ലേ? Aj ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് A ആണ്. Aj യുടെ വാല്യൂ എന്താണ് നമുക്ക് കിട്ടിയത്? ഇപ്പൊ 3 -5 -2 1 എന്നാണ് നമുക്ക് Aj യുടെ വാല്യൂ കിട്ടിയത്. ഇൻറ്റു 1 ബൈ ഡിറ്റർമിനന്റ് ഓഫ് A ആണ്. ഡിറ്റർമിനന്റ് ഓഫ് A യുടെ വാല്യൂ -7 നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഇപ്പൊ നമുക്ക് -7 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാലോ. എന്താ കിട്ടുക? -3/7 -5 by -7 equal to 5/7 -2 by -7 equal to 2/7 1 by -7 equal to -1/7. ഓക്കെ, എന്നിട്ട് നമുക്ക് A ഇൻവേഴ്സിന്റെ വാല്യൂ കിട്ടി. ഇതായിരിക്കും നമ്മളുടെ A ഇൻവേഴ്സ്. ഓക്കെ, അതായത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ, ഒരു മെട്രിക്സ് തരുമ്പോൾ നമുക്ക് A ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് A യുടെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം Aj കണ്ടുപിടിച്ച് A ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനകത്തിൽ നമുക്ക് എക്സാമിന് ചിലപ്പോൾ നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനേ പറയത്തുള്ളൂ. നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എലമെന്ററി ഓപ്പറേഷനും ചെയ്യാനറിയാം, ഡിറ്റർമിനന്റ് ചെയ്യാനറിയാം അല്ലേ? എന്നിട്ട് നമുക്ക് ഏതാണോ എളുപ്പമെന്ന് തോന്നുന്നത് വെച്ചാൽ അത് ചെയ്യുക. ചില ക്വസ്റ്റ്യൻസിൽ ഡിറ്റർമിനന്റ് ഉപയോഗിച്ച് തന്നെ A ഇൻവേഴ്സ് കാണാനായിട്ട് പറയും. അങ്ങനെ ആകുമ്പോൾ ഈ രീതിയിൽ തന്നെ ചെയ്യുക. ഓക്കെ ആണല്ലോ? Now we are moving to our second question. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഒരു 3/3 മെട്രിക്സ് ആണ് തന്നിരിക്കുന്നത്. അതിന്റെ ഇൻവേഴ്സ് കാണാനാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നമുക്ക് ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. അതിന്റെ ഇൻവേഴ്സ് കാണാൻ പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണോ നോക്കുക, അതോ നോൺ സിംഗുലർ ആണോ എന്നാണ് നോക്കുക, ചെക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്ക് നോക്കാം ഡിറ്റർമിനന്റ് വാല്യൂ നോക്കാം. നമ്മുടെ മെട്രിക്സ് എന്തായിരുന്നു? 0 1 2 0 1 1 1 0 2. ഓക്കെ ആണല്ലോ? ഇതാണ് നമ്മളുടെ ഡിറ്റർമിനന്റ് കാണേണ്ട മെട്രിക്സ്. നമുക്ക് കാണാം. ഓക്കെ, ഇതിന്റെ ഡിറ്റർമിനന്റ് നമുക്ക് ഏത് റോയാണോ ഏത് കോളം ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ഏറ്റവും കൂടുതൽ സീറോസ് ഉള്ള ഏത് റോയിലാണോ ഏത് കോളത്തിലാണോ അത് ഉപയോഗിച്ചാണ് നമ്മൾ ഡിറ്റർമിനന്റ് കാണുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ കാണുന്നത് ഏത് കോളം ഉപയോഗിച്ചാണ്? ഫസ്റ്റ് കോളം ഉപയോഗിച്ച് കാണുക അല്ലെ? ഫസ്റ്റ് രണ്ട് എലമെന്റ്സിനെ നമുക്ക് ഇനി മൈൻഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നമുക്ക് തേർഡ് എലമെന്റ് നോക്കാം. 1 ×
1 നിൽക്കുന്ന റോയും കോളവും വായിച്ചിട്ട് ബാക്കി എന്താ വേണ്ടത് 1 into 1 1 minus 1 into 2 2. Okay, which equal to എന്താ വരിക -1 ആണ് അല്ലേ. -1 not equal to 0 ആണ്, which means determinant of A not equal to 0. അതെന്താണ് പറയുന്നത്? determinant of A not equal to 0 ആണെങ്കിൽ inverse exist ചെയ്യും അല്ലേ. inverse exist. Okay, ഇനി നമുക്ക് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? A ഇൻവേഴ്സ് ഈക്വൽ ടു എന്തായിരുന്നു? 1 ഡിറ്റർമിനന്റ് ഓഫ് A ഇൻറ്റു അഡ്ജെ ആണല്ലേ. അഡ്ജെ. ഓക്കെ, ഇങ്ങനെയാണല്ലേ. എന്നിട്ട് നമുക്ക് വേണ്ടത് അഡ്ജെ ഇനി കണ്ടുപിടിക്കണം. അഡ്ജെ കണ്ടുപിടിക്കാം. അഡ്ജെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? അഡ്ജെ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ്. സോ വി വാണ്ട് ടു ഫൈൻഡ് ദ കോഫാക്ടർ മെട്രിക്സ്. കോഫാക്ടർ മെട്രിക്സ് എങ്ങനെയാ കാണുക? സൈൻഡ് മൈനർ ആണ് കോഫാക്ടർ മെട്രിക്സ്. കോഫാക്ടർ മെട്രിക്സ് കാണുന്നതിന് മുമ്പേ നമുക്ക് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് ഈ ഒരു കാര്യം ഓർമ്മ വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോഫാക്ടർ മെട്രിക്സ് കാണാൻ വളരെ ഈസിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എലമെന്റ് സൈൻ ഏതാണ്? പ്ലസ് ആണ് അല്ലെ. പ്ലസ് എന്താണ്? മൈനർ ഓഫ് ഫസ്റ്റ് എലമെന്റ് അല്ലെ. ഫസ്റ്റ് എലമെന്റ് മൈനർ, വിച്ച് മീൻസ് ഫസ്റ്റ് എലമെന്റ് നിൽക്കുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്ത് ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ്. ഓക്കെ ആണല്ലോ. എന്താണ്? 1 into 2 ആണ്. ഇത് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യുക, ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് ആണ് കാണുന്നത് അല്ലെ. ഇതെന്താ? 1 into 2 ആണ്. 2 minus 0. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് എലമെന്റ് നമുക്ക് കിട്ടി. ഇനി സെക്കൻഡ് എലമെന്റിന്റെ സൈൻ ഏതാണ്? മൈനസ് ആണ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് എലമെന്റിന്റെ മൈനർ, വിച്ച് മീൻസ് ഈ ഒരു റോയും ഈ ഒരു കോളും ഡിലീറ്റ് ചെയ്യുക, ബാക്കി എന്താ വരിക? 0 into 2 is equal to 0 minus 1 ആണല്ലോ. അടുത്തത് എന്താണ് നമുക്ക് വേണ്ടത്? തേർഡ് എലമെന്റ് ഏതാണ്? 2 ആണ്. 2 നിൽക്കുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൈൻ ഏതായിരുന്നു? പ്ലസ് ആണ്. ഇത് ഡിലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 0 minus 1. 0 minus 1 നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് എഴുതുക കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് ചെയ്യുകയാണ്. ഒരുപാട് സ്റ്റെപ്സിന്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് കോൺസെപ്റ്റ് അറിയാവുന്നതാണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്തു പോകുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത എലമെന്റ് ഏതാണ്? ഇതാണ് അല്ലെ. അതിന്റെ സൈൻ മൈനസ് ആണ്. ഇനി ആ എലമെന്റ് നിൽക്കുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്യുക, വിച്ച് മീൻസ് ഇത് തമ്മിൽ ഡിലീറ്റ് ചെയ്യുക, വിച്ച് ഈക്വൽ ടു 1 into 2 minus 0 അല്ലെ. 2 minus 0 ആണ് നമുക്കുള്ളത്. 2 minus 0. ഓക്കെ, നെക്സ്റ്റ് എലമെന്റ് പ്ലസ് സൈൻ ആണ്. അത് നിൽക്കുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്യുക, ബാക്കി എന്താണ്? 0 minus 2 ആണ്. ഓക്കെ, നെക്സ്റ്റ് സൈൻ എന്താണ്? മൈനസ് ആണ്. അത് നിൽക്കുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യുക, ബാക്കി എന്താ വരിക? 0 minus 0. ഓക്കെ ആണല്ലോ. 0 minus 0 ആണ്. ഈ ലാസ്റ്റ് റോ നോക്കാം. ലാസ്റ്റ് റോയിലെ എലമെന്റിന്റെ ഫസ്റ്റ് സൈൻ പ്ലസ് ആണ്. പ്ലസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ബാക്കി എന്താണ്? ഇത് തമ്മിൽ ഡിലീറ്റ് ചെയ്യുക, ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ്, വിച്ച് ഈക്വൽ ടു 1 minus 2 ആണ് അല്ലെ. 1 minus 2. ഓക്കെ, നെക്സ്റ്റ് എലമെന്റ് സൈൻ നെഗറ്റീവ് ആണ്. അത് നിൽക്കുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യുക, വിച്ച് ഈക്വൽ ടു എന്താണ്? 0 minus 0 ആണ്. 0 minus 0. ഓക്കെ, നെക്സ്റ്റ് എലമെന്റ് ഏതാണ്? പ്ലസ് സൈൻ ആണ്. അതിന്റെ എലമെന്റ് നോക്കാം. ഈ ഒരു റോയും ഈ ഒരു കോളം ഡിലീറ്റ് ചെയ്യുക, പിന്നെയും 0 minus 0 ആണ്. ഓക്കെ, 0 minus 0 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇതാണ് നമുക്ക് കിട്ടുന്ന കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് C equal to എന്താ കിട്ടുക? 2 minus 0 equal to 2 ആണ്. സൈൻ പ്ലസ് ആണ്. മൈനസ് ഓഫ് 0 minus 1 minus 1 equal to 1. പ്ലസ് 0 minus 1 equal to minus 1. നെക്സ്റ്റ് minus 2. then minus 2. പിന്നീട് എന്താ? 0. 1 minus 2 equal to minus 1. 0 and 0. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന കോഫാക്ടർ മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അഡ്ജെ കണ്ടുപിടിക്കാൻ ഒരു പാടില്ല അല്ലെ. അഡ്ജെ എങ്ങനെ കിട്ടുക? അഡ്ജെ ഈക്വൽ ടു എന്തായിരുന്നു? കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ് അല്ലെ. ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. നമ്മുടെ എലമെന്റ്സ് ഏതാണ്? റോയിനെ കോളമാക്കി എഴുതുകയാണ്. 2 1 minus 1. നെക്സ്റ്റ് -2 -2 0. then -1 0 0. ഓക്കെ, അന്നേരം നമ്മുടെ അഡ്ജെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അഡ്ജെ കിട്ടി കഴിഞ്ഞു. ഡിറ്റർമിനന്റ് ഓഫ് A യുടെ വാല്യൂ ഈക്വൽ ടു -1 എന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇൻവേഴ്സ് എങ്ങനെയാണ്? A ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജെ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് A ആയിരുന്നു, അല്ലെങ്കിൽ 1 by ഡിറ്റർമിനന്റ് ഓഫ് A into അഡ്ജെ എന്നാണ്. നമുക്ക് കൊടുക്കാം ഈക്വൽ ടു
എന്താ ഈക്വൽ ടു 1 ബൈ മൈനസ് 1 ഇൻറ്റു അറ്റ് ജെ ഈക്വൽ ടു 2 മൈനസ് 2 മൈനസ് 1 1 മൈനസ് 2 0 മൈനസ് 1 0 0. ഓക്കെ, ഇനി 1 മൈനസ് 1 കൊണ്ട് നമുക്ക് എല്ലാ എലിമെന്റേയും ഡിവൈഡ് ചെയ്യാം. 2 ബൈ മൈനസ് 1 ഈക്വൽ ടു മൈനസ് 2 മൈനസ് 2 ഡിവൈഡ് ബൈ മൈനസ് 1 ഈക്വൽ ടു 2 മൈനസ് 1 ഡിവൈഡ് ബൈ മൈനസ് 1 ഈക്വൽ ടു 1 1 divided by minus 1 equal to minus 1 minus 2 divided by minus 1 equal to 2 0 divided by 1 minus 1 equal to 0 minus 1 divided by minus 1 equal to 1 0 divided by minus 1 equal to 0 and 0 divided by minus 1 again equal to 0. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന A ഇൻവേഴ്സ് എന്ന് പറയുന്നത്. A ഇൻവേഴ്സ് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചു? ആദ്യം ഡിറ്റർമിനന്റ് ഓഫ് A യുടെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണോ ചെക്ക് ചെയ്യുക. ദെൻ കോഫാക്ടർ മെട്രിക്സ് കണ്ടാൽ മാത്രമേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 2/2 മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അഡ്ജസ്റ്റിലോട്ട് ചെല്ലാം. പക്ഷേ ഒരു 3/3 ആകുമ്പോൾ നമുക്ക് കോഫാക്ടർ കണ്ടാൽ മാത്രമേ പറ്റുള്ളൂ. കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോഴാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അഡ്ജസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ ആയ A ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജസ്റ്റ് ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് A യുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, അങ്ങനെയാകുമ്പോൾ നമുക്ക് കിട്ടിയ A ഇൻവേഴ്സിന്റെ വാല്യൂ ഇതാണ്. ഓക്കെ ആണല്ലോ. 3/3 മെട്രിക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ദ മെട്രിക്സ്. ഒരു 3/3 മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് A യുടെ വാല്യൂ എന്താണെന്ന് നോക്കാം അല്ലേ. ഡിറ്റർമിനന്റ് ഓഫ് A ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എന്താണ് 2 1 3 4 minus 1 0 minus 7 2 1. ഓക്കെ, നമുക്ക് അതിൽ ഒരു 3/3 മെട്രിക്സ് തന്നിട്ടുണ്ട്. അതിന്റെ ഡിറ്റർമിനന്റ് കാണാം. ഓക്കെ, അതിന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? ഏറ്റവും കൂടുതൽ സീറോസ് ഉള്ളത് റോ ആണോ കോളം ആണോ ചെക്ക് ചെയ്യുക. ഇവിടെ നോക്കാം, നമുക്ക് സെക്കൻഡ് റോയ്ക്കും തേർഡ് കോളത്തിനും ഒരു 0 മാത്രമാണുള്ളത് അല്ലേ. നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു റോ, ഇത് സെക്കൻഡ് റോയോ തേർഡ് കോളമോ ഉപയോഗിച്ച് നമുക്ക് ഡിറ്റർമിനന്റ് കാണാം. ഞാൻ ഇവിടെ തേർഡ് കോളം ഉപയോഗിച്ച് ചെയ്യാം. ഓക്കെ, തേർഡ് കോളം ഉപയോഗിച്ച് നമുക്ക് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 3 ഇൻറ്റു സൈൻ എന്തായിരുന്നു? പ്ലസ് മൈനസ് പ്ലസ് ആണ്. 3 ഇൻറ്റു എന്താ വരിക? നമുക്ക് അത് നിൽക്കുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യുക. ദെൻ നമുക്ക് കിട്ടുന്ന എന്താണ്? 4 ഇൻറ്റു 8 മൈനസ് മൈനസ് 1 ഇൻറ്റു മൈനസ് 7 ഈക്വൽ ടു 7. ഓക്കെ ആണല്ലോ. 8 മൈനസ് 7 എന്ന് കിട്ടി. നെക്സ്റ്റ് 0 ഉള്ളതാണ്. 0 ഉള്ളത് നമുക്ക് കൺസിഡർ ചെയ്യണം. 0 ഇൻറ്റു എനി നമ്പർ വന്നാൽ നമുക്ക് 0 എന്നാണ്. അതിനെ കുറിച്ച് നമുക്ക് ബോധപ്പെടാവേണ്ട ആവശ്യമില്ല അല്ലെ. നെക്സ്റ്റ് എലമെന്റ് ഏതാണ്? പ്ലസ് 1 ഇൻറ്റു ആ 1 നിൽക്കുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്യുക. ബാക്കി വരുന്നതാണ് 2 ഇൻറ്റു മൈനസ് 1 ഈക്വൽ ടു മൈനസ് 2 4 ഇൻറ്റു 1 ഈക്വൽ ടു 4 മൈനസ് 2 മൈനസ് 4 എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ ആണല്ലോ. ഈക്വൽ ടു എന്ത് കിട്ടും? 3 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു മൈനസ് 2 മൈനസ് 4 വിച്ച് ഈക്വൽ ടു മൈനസ് 6 ആണ്. ഓക്കെ, ഈക്വൽ ടു 3 പ്ലസ് മൈനസ് 6 അല്ലെ. എന്താണ്? 3 പ്ലസ് മൈനസ് 6 വിച്ച് ഈക്വൽ ടു മൈനസ് 3 എന്ന് നമുക്ക് കിട്ടി. മൈനസ് 3 ആണ് നമുക്ക് ഡിറ്റർമിനന്റ് വാല്യൂ കിട്ടിയത്. വിച്ച് നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇംപ്ലൈസ് A ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. A ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് കാണാം. അഡ്ജസ്റ്റ് കണ്ടിട്ട് നമുക്ക് A ഇൻവേഴ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം അല്ലെ. അഡ്ജസ്റ്റിന് മുമ്പ് നമുക്ക് എന്താണ് വേണ്ടത്? കോഫാക്ടർ മെട്രിക്സ് വേണം അല്ലെ. കോഫാക്ടർ മെട്രിക്സ് വേണം. കോഫാക്ടർ ഈക്വൽ ടു എങ്ങനെയായിരുന്നു? കോഫാക്ടർ കാണുന്നതിന് മുമ്പ് നമുക്ക് സൈനുകൾ ഓർമ്മണം. പ്ലസ് മൈനസ് പ്ലസ് പ്ലസ് സോറി മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് എന്നായിരുന്നു അല്ലെ. ഈ രീതിക്കാണ് സിമ്പിൾ വേണ്ടത്. ഓക്കെ, അങ്ങനെയാവുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എലമെന്റ് സൈൻ ആയിരുന്നു, പ്ലസ് ആണ്. ഈ ഫസ്റ്റ് എലമെന്റ് മൈനർ കാണാം. മൈനർ ഓഫ് 2. 2 ന്റെ മൈനർ എന്താണ്? അത് നിൽക്കുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യുക. അത് നിൽക്കുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്താൽ നമുക്ക് ബാക്കി വരിക മൈനസ് 1 ഇൻറ്റു 1 വിച്ച് ഈക്വൽ ടു മൈനസ് 1 മൈനസ് 0 മൈനസ് 1 മൈനസ് 0 എന്ന് കിട്ടി. നെക്സ്റ്റ് എലമെന്റ് സെക്കൻഡ് എലമെന്റ് സൈൻ എന്താണ്? മൈനസ് ആണ്. ഈ സെക്കൻഡ് എലമെന്റ് നിൽക്കുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്യുക വിച്ച് മീൻസ് 4 മൈനസ് 0 എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? പ്ലസ് സൈൻ ആണ്. ഇനി ആ എലമെന്റ് നിൽക്കുന്ന 3 നിൽക്കുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കിട്ടുന്ന എന്താണ്? 4 ഇൻറ്റു 8 8 മൈനസ് 7 മൈനസ് 7 ഇൻറ്റു മൈനസ് 1 വിച്ച് ഈക്വൽ ടു 7 8 മൈനസ് 7. ഫസ്റ്റ് റോയിലെ എലമെന്റ്സ് എല്ലാം നമുക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് സെക്കൻഡ് റോയിലെ എലമെന്റ് ഫസ്റ്റ് എലമെന്റിന്റെ സൈൻ ഏതാണ്? മൈനസ് ആണ് അല്ലെ. മൈനസ് ഓഫ് അത് നിൽക്കുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്യാം വിച്ച് ഈക്വൽ ഇത് രണ്ടോടെ ഡിലീറ്റ് ചെയ്യാം അല്ലെ. ബാക്കി നമുക്ക് എന്ത് കിട്ടാം? 1 മൈനസ് 6 എന്ന് കിട്ടും അല്ലെ. 1 മൈനസ് 6 എന്നാണ് കിട്ടുക. ഓക്കെ, ഇനി സെക്കൻഡ് എലമെന്റ് എന്താണ്? സൈൻ പ്ലസ് ആണ്. പ്ലസ് ആണെങ്കിൽ
നമുക്ക് വരേണ്ട ഏതാണ്? ഈ നിൽക്കുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്യുക. വിച്ച് മീൻസ് 2 minus 7 into 3 is equal to minus 21 ആണ്. ഇത് നമുക്ക് plus 21 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഈ നെക്സ്റ്റ് എലമെന്റ് ഏതാണ്? നെക്സ്റ്റ് നമുക്ക് വേണ്ടത് സീറോയുടെ എലമെന്റ് ആണ്. അവിടുത്തെ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് മൈനസ് ഓഫ് സീറോ നിൽക്കുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യുക. ഈ ഒരു റോയും ഈ ഒരു കോളവും ഡിലീറ്റ് ചെയ്യുക. വിച്ച് മീൻസ് 4 minus 7 കിട്ടും അല്ലേ? 4 minus 7 is equal to 4 plus 7 വരും. ഓക്കെ ആണല്ലോ. എന്നിട്ട് നമുക്ക് സെക്കൻഡ് റോയും നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? തേർഡ് റോ വേണം. തേർഡ് റോയിൽ ഫസ്റ്റ് എലമെന്റ് സൈൻ ഏതാണ്? പോസിറ്റീവ് ആണ്, പ്ലസ് ഉണ്ട്. ഓക്കെ, എന്നിട്ട് അത് നിൽക്കുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്യുക. 0 minus 3 എന്ന് കിട്ടും. ഇത് 0 plus 3 എന്നാണ് നമുക്ക് എഴുതുക. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് എലമെന്റ് ഏതാണ്? 2 ആണ്. അതിന്റെ സൈൻ മൈനസ് ആണ്, മൈനസ് ഓഫ് 2 നിൽക്കുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യുക. വിച്ച് ഈക്വൽ ടു 0 minus 12 കിട്ടും അല്ലേ? 0 minus 12 എന്നാണ് കിട്ടുക. ഓക്കെ, ഈ ലാസ്റ്റ് എലമെന്റ് അതിന്റെ സൈൻ ഏതാണ്? പ്ലസ് ആണ്. പ്ലസ് അത് നിൽക്കുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യുക. വിച്ച് ഈക്വൽ ടു -2 -4 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. -2 -4 എന്ന് കിട്ടി. ഓക്കെ, ഇതായിരിക്കും നമ്മളുടെ കോഫാക്ടർ മെട്രിക്സ് കിട്ടുക. ഓക്കെ, ഇതിനെ നമുക്കൊന്ന് സോൾവ് ചെയ്ത് എഴുതാം. വിച്ച് ഈക്വൽ ടു എന്താ കിട്ടുക? ഈക്വൽ ടു -1 -0 വിച്ച് ഈക്വൽ ടു എന്തായിരിക്കും? -1 ആണ്. സെക്കൻഡ് -4 - 0 ഈക്വൽ ടു 4 ആണ്. ഒരു മൈനസ് സൈൻ ഉണ്ട്, -4. നെക്സ്റ്റ് 8 - 7 വിച്ച് ഈക്വൽ ടു 1 കിട്ടി. അടുത്തത് 1 - 6 എന്ന് പറഞ്ഞാൽ -5 ആണ്. പുറത്തൊരു മൈനസ് സൈൻ ഉണ്ട്, അതിലത് 5 ആയിട്ട് മാറി. 2 plus 21 which equal to 23. Next 4 plus 7 which equal to 11. Minus 9 ഉണ്ട്, -11 കിട്ടി. 3 ആണ്. നെക്സ്റ്റ് minus of -12 which equal to 12 ആണ്. -2 -4 which equal to -6 ആണ്. ഇതാണ് നമ്മളുടെ കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയുന്നത്. കോഫാക്ടർ മെട്രിക്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അഡ്ജെ കിട്ടും അല്ലെ? വളരെ ഈസിയാണ്. കോഫാക്ടർ ഉണ്ടെങ്കിൽ അഡ്ജെ കിട്ടാൻ ഈസിയാണ്. എന്താണ് അഡ്ജെ? ഈക്വൽ ടു എന്തായിരിക്കും? ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ മെട്രിക്സ് ആണ് അല്ലെ? കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ്. ഇതിന്റെ റോ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കോളമാക്കി എഴുതാം. വിച്ച് ഈക്വൽ ടു -1 -4 1 5 23 -11 3 12 -6. ഓക്കെ, ഇതായിരിക്കും നമ്മളുടെ അഡ്ജെ എന്ന് പറയുന്നത്. അത് നമുക്ക് അഡ്ജെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എ ഇൻവേഴ്സ് കാണാൻ അറിയാം അല്ലെ? എ ഇൻവേഴ്സ് ഈക്വൽ ടു എന്തായിരുന്നു? 1/determinant of A into adj. ഇങ്ങനെയായിരുന്നു അല്ലേ? ഡിറ്റർമിനന്റ് ഓഫ് എയുടെ വാല്യൂ നമുക്കറിയാം. എന്താണ് ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു? നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് എത്രയാണ്? -3 എന്നാണ് അല്ലേ? എന്നിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് എഴുതാം 1/-3 ഇൻറ്റു അഡ്ജയുടെ വാല്യൂ എന്താണ്? നമുക്ക് ഡിറ്റർമിനന്റ് വാല്യൂ എന്താണ്? അഡ്ജയുടെ വാല്യൂ -1 5 3 -4 23 12 1 -11 -6 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണ് കിട്ടിയത്. ഇനി -3 യോട് അകത്തോട്ട് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യുക. -1 / -3 ഈക്വൽ ടു 1/3 ആണ്. 5 / -3 ഈക്വൽ ടു -5/3 ആണ്. 3 / -3 ഈക്വൽ ടു -1 ആണ്. ഇനി എന്താണ്? -4 / -3 ഈക്വൽ ടു 4/3 ആണ്. നെക്സ്റ്റ് 23 / 3 -3 ഈക്വൽ ടു 23 / -3 ആണ്. -23 / 3 ആണ്. 12 / -3 ഈക്വൽ ടു -4 കിട്ടും. നെക്സ്റ്റ് 1 / -3 ഈക്വൽ ടു -1/3. -11 / -3 equal to 11/3 and the last element -6 / -3 equal to 2. ഇതായിരിക്കും നമ്മളുടെ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നമ്മൾ മെട്രിക്സ് എന്ന ചാപ്റ്ററിൽ നമുക്ക് എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ച് നമുക്ക് എ ഇൻവേഴ്സ് കാണാനായിട്ട് നമുക്ക് പറ്റിയിരുന്നു. അതേപോലെ തന്നെയാണ് നമുക്ക് ഡിറ്റർമിനന്റിന്റെ ചാപ്റ്ററിൽ നമുക്ക് എ ഇൻവേഴ്സ് കാണാനായിട്ട്. ഓക്കെ, അതുപോലെ നമുക്ക് ഇക്വേഷൻ എന്തായിരുന്നു? അഡ്ജെ ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ ആണ്. അവിടുത്തെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഡിറ്റർമിനന്റ് ഓഫ് എയുടെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമേ നമുക്ക് എ ഇൻവേഴ്സ് എക്സസൈസ് ചെയ്യത്തുള്ളൂ. ഓക്കെ ആണല്ലോ? നമ്മുടെ എക്സസൈസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട്. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക.